വർഷങ്ങൾക്ക് മുമ്പ് കൽക്കട്ടയിൽ മദർ തെരേസ ഒരു സ്ഥാപനം ആരംഭിക്കുകയാണ് തെരുവിൽ കിടക്കുന്ന മക്കൾക്ക് വേണ്ടി. അങ്ങനെ ഒരിക്കൽ ഈ ഒരു സ്ഥാപനം നിർത്താനായിട്ട് അവിടെ കുറേ മനുഷ്യർ കൂടി സമരം ചെയ്യുകയാണ്. അങ്ങനെ നിയമത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരു വലിയ പോലീസ് ഓഫീസർ സ്റ്റേ ഓർഡറുമായിട്ട് ആ ആലയത്തിൽ വരിക. അപ്പോൾ തുടങ്ങിയ സാഹചര്യം ആയതുകൊണ്ട് അവിടെ അതിനുള്ള സജ്ജീകരണങ്ങൾ കുറവാണ്. അപ്പോൾ ഒരു മറ്റു മതവിഭാഗത്തിൽപ്പെട്ട ഒരു ഉന്നത മതവിഭാഗത്തിൽപ്പെട്ട ഒരു സ്ത്രീ വഴിയോരത്ത് നിന്ന് മദർ തെരേസ കിട്ടാണ്. അപ്പോൾ ഈ സ്ത്രീക്ക് കഫം വന്ന് തടഞ്ഞതുകൊണ്ട് ഇത് തുപ്പാനോ ഒന്നും കഴിയാത്ത അവസ്ഥ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ മദർ തെരേസയെ ഈ സഹോദരിയുടെ നെഞ്ച് തുഴിഞ്ഞു കൊടുക്കുക. പെട്ടെന്ന് ഒരു കൂട്ടം കഫം പുറത്തേക്ക് വന്നു. അപ്പോൾ അത് ഇടാനുള്ള പാത്രമൊന്നുമില്ല. അമ്മ എന്ത് ചെയ്യുന്നറിയോ, അമ്മയുടെ 2 കൈ നീട്ടി ഇതിലേക്ക് തുപ്പിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ സ്ത്രീ തുപ്പി. അപ്പോൾ കുറച്ച് ആശ്വാസം കിട്ടി. പിന്നെയും ഒഴിഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഈ കഫം വന്ന് ഈ തൊണ്ടയിൽ കുടുങ്ങുന്ന അവസ്ഥയാണ്. അപ്പോൾ ശ്വാസം കിട്ടാതെ ഈ സ്ത്രീ ഇങ്ങനെ പരക്കം പായുന്നുണ്ട്. പെട്ടെന്ന് എന്ത് ചെയ്യുന്നറിയോ പ്രിയപ്പെട്ടവരെ, മദർ അത് ആ വായിൽ നിന്ന് വലിച്ചെടുക്കുകയാണ്, എന്നിട്ട് തുപ്പിക്കളയാണ്. പ്രിയപ്പെട്ടവരെ, ഇത് കണ്ടു തന്നിരുന്ന ഈ പോലീസ് ഓഫീസർ പുറത്തു പോയിട്ട് പറയാണ്, ഈ അമ്മ ചെയ്ത ഏതെങ്കിലും ഒരു പ്രവൃത്തി ഈ നിൽക്കുന്ന ആർക്കെങ്കിലും ചെയ്യാൻ കഴിഞ്ഞുവെങ്കിൽ ഞാൻ ഈ സ്ഥാപനത്തെ ഞാൻ ഇല്ലാതെയാക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ എഴുന്നേറ്റ് പോകണം. പ്രിയപ്പെട്ടവരെ, ഈ കണ്ണ് കണ്ട കാഴ്ചകൾ സത്യമാണെങ്കിൽ അത് വിളിച്ചു പറയാൻ ഒരു അധികാരിക്ക് കഴിയും. അതുകൊണ്ട് നമ്മൾ കാണുന്നത് തെറ്റാണെങ്കിൽ നമ്മുടെ കാഴ്ചപ്പാടുകൾ തെറ്റും. മദർ തെരേസയെ പിന്നെയും വന്ന് നോക്കുമ്പോൾ ഈ സഹോദരി ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഇതര മതത്തിൽ ഉന്നത കുലജാതിയായിട്ട് ജനിച്ച ഈ സഹോദരി ചോദിക്കുകയാണ്, ഹൂ ആർ യു? നീ ആരാണ്? അമ്മ പറഞ്ഞു, ഞാൻ മദർ എന്ന് വിളിക്കും, തെരേസ എന്നാണ് എൻ്റെ പേര്. അപ്പോൾ ചോദിച്ചു, നിനക്ക് ഈ ക്രിസ്ത്യാനികളുടെ ദൈവവുമായിട്ട് വല്ല ബന്ധമുണ്ടോ? അപ്പോൾ അമ്മ ചോദിക്കുന്നുണ്ട്, മദർ ചോദിക്കുന്നുണ്ട്, എന്താ അങ്ങനെ ചോദിക്കാൻ കാരണം അവൻ്റെ മുഖത്ത് മുറിവേറ്റ മുറിവുകളിൽ നിന്നൊഴുകിയ രക്തം നിൻ്റെ മുഖത്തും ഞാൻ കാണുന്നു. പ്രിയപ്പെട്ടവരെ, കാഴ്ചപ്പാടുകൾ വ്യക്തമായ കൃപ കിട്ടും.